നമ്മൾ സാധാരണ പൊടിയൊക്കെ വലിച്ചെടുക്കുന്ന വാക്വം ക്ലീനേഴ്സ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു വീട്ടിൽ പൊടി മാത്രമല്ലല്ലോ ഉണ്ടാവുക അല്ലേ? വീടിന്റെ പല സ്ഥലങ്ങളിലും ഇതുപോലെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന കറ, പാടുകൾ ഇതൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട. അപ്പൊ അതൊന്നും ഒരു നോർമൽ വാക്വം ക്ലീനറെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അഗാരോയുടെ ഈ ക്രസ്റ്റ് പോർട്ടബിൾ സ്പോട്ട് ക്ലീനറെ കൊണ്ട് സോഫ, കാർപ്പറ്റ്, ബെഡ്, കാർ ഇന്റീരിയർ ഇതിലൊക്കെയുള്ള ഏകദേശം കറ, പാടുകൾ ഇതൊക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഈ സാധനം കൊണ്ട് ഇതുപോലുള്ള പല ഉപയോഗങ്ങളുണ്ട്. ഇത് നിങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? നല്ലതാണ്, എപ്പോഴെങ്കിലും ആവശ്യം വരും. ഇതുപോലൊരു ബോക്സിലാണ് ലഭിക്കുന്നത്. ബോക്സിനുള്ളിലായിട്ട് യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, സെൽഫ് ക്ലീനിങ് ബ്രഷ്, സ്റ്റാൻഡേർഡ് ബ്രഷ്, ഡീപ് സ്റ്റെയിൻ ടൂള്, പിന്നെ ഈ കാണുന്ന മെയിൻ യൂണിറ്റും. ഇത്രയും സാധനങ്ങളായിരിക്കും ലഭിക്കും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഈ യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊരാൾക്കും നോക്കി മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഞാൻ വലിച്ചു നീട്ടി പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഫോളോ ചെയ്താൽ മതി. ആദ്യം ഈ കോഡ് റാപ്പ് മെയിൻ യൂണിറ്റിന്റെ ബാക്കിലായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇനി യൂസിങ് കഴിഞ്ഞാൽ പവർ കോഡ് ഇവിടെ ചുറ്റി വെക്കാം. ഹോസ് ഇതുപോലെ ഇതിൽ ക്ലിപ്പ് ചെയ്തും ബ്രഷ് യൂസിങ് കഴിഞ്ഞാൽ ഇവിടെ ഹുക്ക് ചെയ്തിട്ടും വെക്കാം. അതുകൊണ്ട് തന്നെ നീറ്റായി നിൽക്കുമെന്ന് മാത്രമല്ല, ക്യാരി ചെയ്യാനും സ്റ്റോറേജ് ചെയ്യാനും കുറച്ചുകൂടെ ഈസിയാണ്. കണ്ടല്ലോ, ഇങ്ങനൊരു ഡിസൈനിലാണ് ഈ ഒരു പോർട്ടബിൾ സ്പോട്ട് ക്ലീനർ വരുന്നത്. അത്യാവശ്യം കാണാൻ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. പിന്നെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാനും പറ്റും. 450 വാട്ട്സിന്റെ പവർഫുൾ മോട്ടറിൽ 12 kPa സെക്ഷൻ പവർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് കാർപ്പറ്റ്, സോഫ, ബെഡ്, കാർ ഇന്റീരിയർ എന്നിവയിലൊക്കെയുള്ള ഏകദേശം കറകളൊക്കെ ഇതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ സാധാരണ ഒരു വാക്വം ക്ലീനറിനെ പോലെയും ഇത് യൂസ് ചെയ്യാം. ഈ കാണുന്ന പോലുള്ള 2 ട്രാൻസ്പെറന്റ് വാട്ടർ ടാങ്കുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഒന്ന് 1.8 ലിറ്ററിന്റെ ക്ലീനിങ് വാട്ടർ ടാങ്കും മറ്റേത് 600 ml വേസ്റ്റ് വാട്ടർ ടാങ്കും ആണ്. 5 മീറ്ററിന്റെ പവർ കോഡ് വയറും 1.2 മീറ്ററിന്റെ ഹോസ് പൈപ്പും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പവർ കോഡ് ഇല്ലാതെ തന്നെ അത്യാവശ്യം ലോങ് ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യാം. ഇനി ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിലായിട്ടുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് നീക്കി കഴിഞ്ഞാൽ ഈ ക്ലീൻ വാട്ടർ ടാങ്ക് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് വെള്ളം നിറച്ചു കൊടുക്കുക. ഈ വെള്ളത്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കാം. എങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ലഭിക്കും. ശേഷം ക്യാപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കുക. തിരിച്ച് മെയിൻ യൂണിറ്റിലേക്ക് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഈ ഡീപ് സ്റ്റെയിൻ ടൂൾ ഓസിന്റെ അറ്റത്തായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. പവർ കോഡ് എടുക്കുമ്പോൾ ഇവിടെ ഒന്ന് തിരിച്ചു കൊടുത്താൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വയറ് ചുറ്റണം എന്നുണ്ടെങ്കിൽ ഈ സാധനം അതേപോലെ തന്നെ തിരിച്ചു വെച്ചിട്ട് അവിടെ ആയിട്ട് വയറ് ചുറ്റി സേഫ് ആയിട്ട് വെക്കാം. ഇനി നേരെ പ്ലഗിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇവിടെ ആയിട്ട് പവർ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇവിടെയുള്ള സ്പ്രേ ട്രിഗർ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സ്പ്രേ ചെയ്യും. അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത ശേഷം സ്പ്രേ ട്രിഗർ പ്രസ് ചെയ്യുന്നത് നിർത്തുക. എന്നിട്ട് സ്പ്രേ ചെയ്ത സ്ഥലത്തിന്റെ കുറച്ച് മുന്നേ ആയിട്ട് ബ്രഷ് വെച്ചതിന് ശേഷം ബാക്കിലോട്ട് വലിക്കുക. ഇതുപോലെ വേണ്ട ഏരിയകളൊക്കെ ചെയ്യുക. നല്ല രീതിയിൽ ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ കൂടുതൽ തവണ ഇതുപോലെ ചെയ്യേണ്ടി വരും. ഇനി ഈ സ്റ്റാൻഡേർഡ് ബ്രഷ് ഓസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർപ്പറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യാം. സാധാരണ ഒരു വാക്വം ക്ലീനർ പോലെ തന്നെയാണ് ഇത് വർക്ക് ആവുക. സാധാരണ വാക്വം ക്ലീനർ ഉണ്ടല്ലോ, ആ ഒരു ഉപയോഗം തന്നെയാണ് ഈ ഒരു ബ്രഷ് കൊണ്ട് വരുന്നത്. വേസ്റ്റ് വാട്ടർ ടാങ്ക് ഫുൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഷെഡ് ഓഫ് ആകുന്ന ഓപ്ഷനും ഇതിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സാധനം ക്ലീൻ ചെയ്യണമല്ലോ, അതും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഈ സെൽഫ് ക്ലീനിങ് ബ്രഷ് കണക്ട് ചെയ്ത് ഒരു 30 സെക്കൻഡ് ഇതുപോലെ ചെയ്താൽ ഹോസ് അതിന്റെ ഭാഗങ്ങളൊക്കെ ഫുള്ളി ക്ലീൻ ആകും. ഇനി വേസ്റ്റ് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനാണെങ്കിൽ മെഷീൻ ടേൺ ഓഫ് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ബട്ടൺ ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ടാങ്ക് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇവിടെയുള്ള ഇത് റൊട്ടേറ്റ് ചെയ്ത് ഊരിയെടുക്കുക. എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ളത് വലിച്ചെടുത്തതിന് ശേഷം വേസ്റ്റ് വാട്ടർ ഒഴിവാക്കാം. ഇതുപോലെ എല്ലാം വാഷ് ചെയ്ത് ഉണക്കിയ ശേഷം എല്ലാം തിരിച്ച് വെച്ച് മെയിൻ യൂണിറ്റിലേക്ക് തന്നെ വെച്ചു കൊടുക്കുക. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 1 ഇയർ വാറണ്ടിയാണ് കമ്പനി ഇതിന് തരുന്നത്. അപ്പോൾ ഇതിന്റെ ഏകദേശം ഉപയോഗങ്ങൾ എന്താണെന്നുള്ളതും എവിടേക്ക് ഉപയോഗിക്കാം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ഇതിന്റെ ലൈവ് ആയുള്ള പ്രൈസും മറ്റുള്ള എന്ത് ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ്. ഞാൻ പ്രൈസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതൊന്നും അല്ലായിരിക്കാം, ചിലപ്പോൾ കുറഞ്ഞിരിക്കാം, ചിലപ്പോൾ കൂടിയിരിക്കാം. അപ്പോൾ അതിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.